എത്ര വലിയ പ്രലോഭനം വന്നാലും ഇപ്പോൾ നരേന്ദ്രമോദി ഉച്ചഭക്ഷണത്തിൽ വിളിച്ചതുപോലെ താങ്കൾക്കൊരു ക്യാബിനറ്റ് പദവി, അതല്ലെങ്കിൽ അവരിപ്പോൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നത് പോലെ 25 കോടിക്കും അപ്പുറത്തേക്കുള്ള വിലപേശൽ, അതിനൊന്നും RSP എന്ന് പറയുന്ന പാർട്ടിയോ NK പ്രേമചന്ദ്രനെയോ കിട്ടില്ല. അതെങ്ങനെ കിട്ടുമരുണ്ട്? 1999 ഞാൻ അന്ന് MP ഏറ്റവും വലിയ കുതിര കച്ചവടം അന്ന് ഈ അരുൺ പറഞ്ഞ ഒരു MPക്ക് 25 കോടി വെച്ച് ഓഫർ വന്ന കാലമാണ്. അന്ന് ഒരൊറ്റ വോട്ടിനാണ് അടൽ ബിഹാരി വാജ്പേയി ആ ഗവൺമെന്റ് പോയത്. 13 മാസം അധികാരത്തിലിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഒറ്റ വോട്ടിനാണ് പരാജയപ്പെട്ടത്. അങ്ങനെ ഏതെങ്കിലും അധികാരമോ സമ്പത്തോ ആണ് താല്പര്യമെന്നുണ്ടെങ്കിൽ എത്രയോ അവസരങ്ങളുണ്ടായിരുന്നു. അരുൺ മനസ്സിലാക്കണം, 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞാനിപ്പോഴും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന നേതാവാണ് CPM-ന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അവരുടെ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യത്തിൽ പത്രസമ്മേളനം നടത്തി പരസ്യമായിട്ട് പറഞ്ഞു, ഈ പ്രേമചന്ദ്രൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടാൽ മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ അടുത്ത ദിവസം ക്യാബിനറ്റിൽ മന്ത്രിയാകും. ഇതായിരുന്നു 2019 അവർ നടത്തി. എനിക്ക് ആകാമായിരുന്നല്ലോ, അവസരങ്ങൾ ഉണ്ടാകുമായിരുന്നല്ലോ. അവരാരും എന്നെ സമീപിച്ചതുമില്ല. ഞാനങ്ങോട്ട് പോകുക, കാരണം അവർക്കെന്നെ നല്ലതുപോലെ അറിയാം. പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഞാൻ വിശദീകരിച്ചാണ്, ഞാൻ അതിലേക്ക് ഇനി ആവർത്തിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ആരോടെങ്കിലും പോയി ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞ്, സൗഹൃദം പങ്കിട്ടു എന്ന് പറഞ്ഞ് എൻ്റെ രാഷ്ട്രീയത്തിനൊരു മാറ്റവും ഉണ്ടായില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ. അത് കഴിഞ്ഞ് 3 മണിക്കൂറിന് ശേഷം ഇന്ത്യ മുന്നണിക്ക് വേണ്ടി, പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ഈ വൈറ്റ് പേപ്പറിനെതിരായിട്ടുള്ള നിരാകരണ പ്രമേയം എന്നല്ല അതിൻ്റെ ശരിയായ വാക്ക്, സബ്സ്റ്റിറ്റ്യൂട്ട് റെസൊല്യൂഷൻ. അത് ഈ ചട്ടങ്ങളിൽ ഒരു പ്രത്യേക വ്യവസ്ഥയാണ്. ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് റെസൊല്യൂഷൻ അവതരിപ്പിച്ചുകൊണ്ട് 20 മിനിറ്റ്, ഏകാംഗ പാർട്ടിയാണ്, 20 മിനിറ്റ് സംസാരിച്ചു. എങ്ങനെയാണ് 20 മിനിറ്റ് സംസാരിക്കുന്നത്? ആ പ്രൊവിഷൻ കണ്ടെത്തി, അങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് റെസൊല്യൂഷൻ മൂവ് ചെയ്യാനുള്ള പ്രൊവിഷൻ കണ്ടെത്തിയപ്പോൾ മൂവ് ചെയ്യുന്ന മൂവർ കരുൺ അറിയാമല്ലോ, സമയം കൊടുത്തു. അങ്ങനെ 20 മിനിറ്റ് 10 വർഷക്കാലത്ത് നരേന്ദ്രമോദി ഗവൺമെന്റിനെ തലനാരിഴ കീറി വിമർശിക്കുകയും, ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് പുകഴ്ത്തുകയല്ല ചെയ്തത്, 20 മിനിറ്റ് എടുത്ത് വിശദമായി വിമർശിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ പ്രഹ്ലാദ് ജോഷി, പാർലമെന്ററി കാര്യമന്ത്രി, ഞാൻ സംസാരിക്കുന്നത് അറിഞ്ഞ് ഓടി സഭയ്ക്കകത്ത് വന്ന് മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ തടസ്സം തീർക്കുകയായിരുന്നു. അവിടെ പറഞ്ഞൊരു വാചകം ഞാൻ പറയാം. പ്രഹ്ലാദ് ജോഷി പറഞ്ഞ, നിങ്ങൾ ഇവിടെ പാർലമെന്റിൽ ഞങ്ങൾക്കെതിരായി സംസാരിക്കുന്നു, നിങ്ങൾ തിരുവനന്തപുരത്ത് പരസ്പരം പോർമുഖം തുറക്കുന്നു, പരസ്പരം നിങ്ങൾ ഗുസ്തി നടത്തുന്നു, ഡൽഹിയിൽ വരുമ്പോൾ നിങ്ങൾ ദോസ്ത്. അതാണ് ഇന്നലെ വീണ്ടും പ്രൈം മിനിസ്റ്റർ ആവർത്തിച്ചത്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത് മറുപടി? ഞങ്ങൾ ഡൽഹിയിൽ ദോസ്തും തിരുവനന്തപുരത്ത് ഗുസ്തിയും നടത്തുന്നത് BJPയെ കേരളത്തിന്റെ രാഷ്ട്രീയ അകത്തളത്തിൽ നിന്ന് പുറത്തു നിർത്താനാണ്. ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കും. അതാണ് എൻ്റെ രേഖയിലുള്ളതല്ലേ. ഞാൻ പറഞ്ഞ ഈ പറയുന്ന വിവാദമാക്കിയ ഉച്ചഭക്ഷണത്തിന് ശേഷം എൻ്റെ പ്രസംഗം തുടക്കം മുതൽ അവർ തടസ്സപ്പെടുത്തുകയാണ്. ഞാൻ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ അവരെൻ്റെ പ്രസംഗത്തെ കാരണം അവർക്ക് ഭയങ്കര ഷോക്കായിരുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് റെസൊല്യൂഷൻ, ഒരു വൈറ്റ് പേപ്പർ പ്രസന്റ് ചെയ്യുമ്പോൾ പിന്നെ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് റെസൊല്യൂഷൻ്റെ പേരിൽ ഒരാൾ ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് തുടക്കം മുതൽ തടസ്സപ്പെടുത്തിയപ്പോഴൊക്കെ BJPയെ കേരളത്തിന് പുറത്തു നിർത്തുക എന്നുള്ളത് ഞങ്ങളുടെ LDF-ന്റെയും UDF-ന്റെയും അജണ്ടയാണ് എന്ന് പറഞ്ഞ റെക്കോർഡിലുണ്ട്. That's perfect.